ഹലോ, വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BBAയുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ BRM ബിസിനസ് ലോയിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ചാപ്റ്റർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1972 കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൺവേർഡ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് പോവാൻ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെക്ഷൻസും അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ പക്കാ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ചാപ്റ്ററാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. മെയിനായിട്ട് എന്താണ് കോൺട്രാക്റ്റ്, എഗ്രിമെൻറ്റ്, അതിന് വേണ്ട എസെൻഷ്യൽ പാർട്സുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എഗ്രിമെൻറ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ ഇ പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എവറി പ്രോമിസ് അല്ലെങ്കിൽ എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. അതായത് എന്തെങ്കിലും ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന പ്രോമിസിനെയോ അല്ലെങ്കിൽ എവറി സെറ്റ് ഓഫ് പ്രോമിസിനെയോ ആണ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോമിസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ when the person to whom a proposal is made it signify his assent to be proposal is said to be accepted. ഇതിൻ്റെ ഒരു പ്രോമിസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ടേംസിൽ എഴുതിയാൽ മതി, ഈ ഡെഫിനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എഗ്രിമെൻറ്റ് കോൺട്രാക്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഡെഫിനേഷൻ തന്നെ കൊടുക്കണം. പ്രോമിസ് എന്ന് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് രീതി പറയാമെന്നുണ്ടെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് നടത്തുകയാണ്. ഞാൻ ഒരു ഓഫർ കൊടുക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും മാത്രമാണ് അവിടെ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എഗ്രിമെൻറ്റ് നടത്തുന്നത് ആ പാർട്ടിയുടെ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അസെൻറ്റോട് കൂടിയായിരിക്കണം, അതായത് സമ്മതത്തോട് കൂടിയായിരിക്കണം. ആ ഒരു കണ്ടീഷനെയാണ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോർ forming the consideration for each other is called agreement. So agreement is equal to offer plus acceptance. Then second term enforceable by law, that means contract. എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ചെയ്യുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത്. അതായത് ലീഗലി സാറ്റിസ്ഫൈഡ് ആയ എഗ്രിമെൻറ്റിനെ ആണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻ എഗ്രിമെൻറ്റ് ടു ബിക്കം എ കോൺട്രാക്ട് മസ്റ്റ് ഗിവ് ടു ലീഗൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് സോ ദാറ്റ് ഇറ്റ് മേ ബി എൻഫോഴ്സ്ഡ് ഫ്രം ലോ. അതായത് ലീഗലി എൻഫോഴ്സിബിൾ ചെയ്യുമ്പോഴാണ് ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. സോ കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. ഈ ഒരു ടേംസ് അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു അതുപോലെ എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുമ്പോൾ എന്തായാലും പാർട്ടീസ് തമ്മിൽ ഓഫർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, ദാറ്റ് ഷുഡ് ബി ലീഗൽ. ഒരു കോൺട്രാക്റ്റ് എപ്പോഴും ലീഗലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ്, കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ടീസ് അതിൻ്റേതായ പ്രോപ്പർ കപ്പാസിറ്റി ഫോം ചെയ്തിരുന്ന ആൾക്കാരായിരിക്കണം. അതായത് സൗണ്ട് പേഴ്സൺ ആയിരിക്കണം. ദ പേഴ്സൺ ഷുഡ് ബി മേജർ. ദെൻ എ പേഴ്സൺ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അതായത് ക്രിമിനൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ബൈ ലോ ആയിരിക്കരുത്. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ മേജർ പേഴ്സൺ ആയിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടിരിക്കേണ്ട ആൾക്കാർ. ദെൻ ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഫോർ കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. സോ ദ കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ അല്ലെങ്കിൽ ലോഫുൾ. ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്. ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ലോഫുൾ ഒബ്ജക്റ്റിൻ്റെ ബേസിലായിരിക്കണം. ദെൻ ഫ്രീ കൺസെൻറ്റ്, അതായത് പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു കൊയേഷനോ അല്ലെങ്കിൽ ത്രെട്ടനിങ്ങോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ അസെൻറ്റോട് കൂടി തന്നെ ആയിരിക്കണം. ഫ്രീ അസെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റോട് കൂടി തന്നെ ആയിരിക്കണം. അവർ സ്വമേധയാൽ തോന്നിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കണം. വിത്തൗട്ട് എനി ത്രെട്ടനിങ്, ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ആവരുത് അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടൊന്നും ആയിരിക്കരുത് ആ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ദെൻ എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്യാൻ ചാൻസ് ഇല്ലാത്തത് ആയിരിക്കണം. ദെൻ ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. കോൺട്രാക്റ്റ് എപ്പോഴും റൈറ്റിങ്ങും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ചെയ്തിരിക്കണം. ദെൻ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടായിരിക്കണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതായത് സെർട്ടൈനിറ്റി, കണ്ടിന്യൂറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എസെൻഷ്യൽസ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഓൾ കോൺട്രാക്റ്റ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ് ആർ നോട്ട് കോൺട്രാക്റ്റ്.
സിമ്പിളാണ്. നമുക്കറിയാം എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോമിസാണ് ഫോർ കൺസിഡറേഷൻ. ബട്ട് അത് ലീഗലി എൻഫോഴ്സിബിൾ ചെയ്യുമ്പോഴാണ് അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. ആ ഒരു ഡിഫറൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി. സോ ഓൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എഗ്രിമെൻ്റായി മാറുന്നുണ്ട്. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. അങ്ങനെ ദെൻ വാട്ട് ആർ ദി കൈൻഡ്സ് ഓഫ് എഗ്രിമെൻറ്റ്? മെയിൻലി 4 കൈൻഡ്സ് ഉണ്ട്. ഒന്ന് വാലിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ എഗ്രിമെൻറ്റ്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്. അതായത് വാലിഡ് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് ലീഗലി വാലിഡ് ആണ്. വോയിഡബിൾ എഗ്രിമെൻറ്റ് അതായത് ഫസ്റ്റ് സ്റ്റേജിൽ അതൊക്കെ വാലിഡ് ആയിരിക്കും, ബട്ട് ദർ ഷുഡ് ബി എ ചാൻസ് ടു ബി വോയിഡ്. അതായത് ഭാവിയിൽ അത് വോയിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബേസിലുള്ള എഗ്രിമെൻ്റ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കൺട്രി ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ഫാക്ടറൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ലീഗൽ ഫോമാറ്റായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റാണ് വോയിഡബിൾ. ഭാവിയിൽ വോയിഡ് ആവാൻ ചാൻസുള്ള എഗ്രിമെൻറ്റിനാണ് വോയിഡബിൾ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇല്ലീഗൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലാണ്, അത് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കൺസിഡറേഷൻ വെച്ചിട്ടായിരിക്കും. അങ്ങനത്തെ എഗ്രിമെൻറ്റിനെയാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡ് അറ്റ് ബിഗിനിങ് തന്നെ, അത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എഗ്രിമെൻറ്റ് വോയിഡാണ്. ഫോർ എക്സാമ്പിൾ മൈനറും കൊണ്ട് വെച്ചിട്ടുള്ള, അതായത് മേജർ പേഴ്സൺ അല്ലാത്ത ആളെയും കൊണ്ട് വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റ് വോയിഡ് അറ്റ് ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ വോയിഡ് അബ്നീഷ്യോ ആണ്. അങ്ങനത്തെ എഗ്രിമെൻറ്റിനെയാണ് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ടൈപ്സുകളാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ലിഗേഷൻ്റെ ബേസിൽ, അതായത് പെർഫോമൻസ് ബേസിൽ യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ബൈലാറ്ററൽ കോൺട്രാക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി പേഴ്സൺ ഡു ദെയർ ഡ്യൂട്ടി ഔട്ട്സ്റ്റാൻഡിങ്ങിലി, അതായത് ഒരു പേഴ്സൺ മാത്രം അയാളുടെ ഡ്യൂട്ടീസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോമിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബൈലാറ്ററൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോത്ത് ദ പേഴ്സൺസ് ഡു ദെയർ വർക്ക് പ്രോപ്പർലി, രണ്ടാൾക്കാരും അവരുടെ ഡ്യൂട്ടീസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ദെൻ നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ, കോൺട്രാക്റ്റ് ഫോം ചെയ്തതിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, രണ്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അതായത് ഓറലി അല്ലെങ്കിൽ റിട്ടൺ ഫോമിലാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ദെൻ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, അതായത് റിട്ടൺ ഫോമിലാണ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ തരുന്നത്, നമുക്കൊരു ഒരു ബസ്സിനെ കാണുമ്പോൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് സ്ഥലത്തോട്ടുള്ള ട്രാവൽ ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും രണ്ട് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും. എക്സിക്യൂട്ടഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡൺ ചെയ്തു, രണ്ട് പാർട്ടീസും അവരുടെ കോൺട്രാക്റ്റ് എല്ലാം പർപ്പസ്ഫുള്ളി അവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് അതായത് പാർഷ്യലി അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുള്ളി ചെയ്തിട്ടില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇനിയും ചെയ്യാനുണ്ട്, അങ്ങനെ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ജസ്റ്റ് പേര് പഠിച്ച് വെച്ചിട്ട് ഓൺവേർഡ്സിൽ എഴുതാം. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സെക്ഷൻ വൈസൊക്കെ തരുമ്പോൾ മാത്രം ആ ടേംസിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി, ലീഗലി ബേസിൽ ക്ലാസിഫിക്കേഷനാണ് എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റും അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റും. അതായത് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റും ലീഗലി അൺഎൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളും. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി ബേസ് നമ്മളോട് പറഞ്ഞു കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് എഗ്രിമെൻ്റ് ആണ്, ഇത് കോൺട്രാക്റ്റ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നു കൈൻഡ്സ് ഓഫ് എഗ്രിമെൻറ്റിൽ. ദെൻ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് ഓൾറെഡി ലീഗലി വാലിഡ് ആണ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് വാലിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിഡ് അറ്റ് ദി ബിഗിനിങ്, അത് ഉണ്ടാക്കിയ ടൈമിൽ തന്നെ അത് വോയിഡാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു മൈനർ പേഴ്സൺ കൊണ്ടുള്ള എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്റ്റൊക്കെ വോയിഡാണ്, വോയിഡ് അബ്നീഷ്യോ ആണ്. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റ്, ഭാവിയിൽ അത് വോയിഡ് ആവാനുള്ള ചാൻസ് ഉള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ ഡിഫറൻസ് ചോദിക്കാറുണ്ട്, എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ അതൊക്കെയാണ് ഇന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് മെയിൻലി എഗ്രിമെൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ ടേംസും 2 മാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ 4 മാർക്കിനായിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.